കട്ടപ്പന നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. മഴക്കാലത്തിന് മുൻപായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് കട്ടപ്പന നഗരസഭയിൽ തുടക്കം കുറിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. പാറക്കടവ് മുതൽ പുളിയൻമല വരെയുള്ള റോഡിന്റെ വശങ്ങളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്യുന്നത്. തുടർന്ന് 35 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, നമ്മുടെ ഒരു ശുചീകരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ശുചിത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ നാടുമൊക്കെ ഒരു ശുചിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശുചിത്വപരമായ ആ ഒരു നിലവാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ട്. ഹരിതകർമ്മസേനയും അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളുമൊക്കെ ആ ശുചിത്വം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മാത്രമാണ് അവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ശുചിത്വം നിലനിർത്തേണ്ട ചുമതല മുഴുവൻ ഹരിതകർമ്മസേനയുടെയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളുടേതുമാണ് എന്നുള്ള നിലയിൽ നമ്മൾ ധരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നമുക്കെല്ലാവർക്കും ഒരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടി നിർവഹിച്ച് പോകുമ്പോഴാണ് നമുക്ക് നാടിനെ ഒരു ശുചിത്വ നിലവാരം അല്ലെങ്കിൽ ശുചിത്വത്തിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ ഒരു രംഗത്ത് ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ശുചിത്വ നിലവാരം നിലനിർത്തുന്നതിന് ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ ചെയ്യുന്നതിനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിക്കുവാനായിട്ട് അവർ തയ്യാറാവും. ഇന്ന് നമ്മുടെ ഈ ഒരു മാസ് പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അവരുടെ ഒരു പഠന കാലഘട്ടത്തിൽ തന്നെ ഈ ശുചിത്വപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി MSW ഉൾപ്പെടെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണവർ. അവരുടെ ഒരു പഠന കാലഘട്ടത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വരുവാനും ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അവരെ താല്പര്യമെടുത്തു എന്നുള്ള കാര്യത്തിൽ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ ഒരു പഠന കാലഘട്ടത്തിൽ സാമൂഹികമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അവരിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുചിത്വമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് ഇത് മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി എന്നുള്ള നിലയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട ചില ഒരു മുൻകരുതൽ, ചില ജാഗ്രതകൾ അവയാണ് ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഈ ഒരു ശുചീകരണ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ നാളെ മുതൽ മറ്റാളുകളുടെ സഹകരണത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നാളെ എല്ലാ വാർഡുകളിലും അവിടെയുള്ള കൂട്ടായ്മകൾ, അവിടെയുള്ള ഗ്രൂപ്പുകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ ആ ഗ്രൂപ്പുകളുടെ ആ ഒരു പരിധിയിൽ വരുന്ന വീടുകളും ആ പരിസരങ്ങളുമെല്ലാം ശുചിയാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്ത് നടത്തണം. അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻസ് അവർ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. കുടുംബശ്രീ യൂണിറ്റുകളായി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തണം. അങ്ങനെ വിവിധങ്ങളായ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നമുക്ക് നടത്തുവാനായിട്ട് കഴിയുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി, നഗരസഭാ കൌൺസിലർ മഞ്ജു സുരേഷ്, ക്ലീൻ സിറ്റി മാനേജർ ജിൻസുറിയക് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, ആലുവ ചൂണ്ടി ഭാരത് മാതാ കോളേജ്, പാലക്കാട് നെഹ്റു ലോ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ശുചീകരണ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുഴുങ്ങിയെടുക്കാലോ.
എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ചാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.